ഇതെന്ത് തോരനായെന്ന് മനസ്സിലായവരുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാട്ടോ. ഇത് തന്നെയാണ് സംഭവം. നമ്മൾ വഴുതനങ്ങ കൊണ്ട് മെഴുക്കുവരട്ടി വയ്ക്കും, സാമ്പാർ വയ്ക്കും, തീയൽ വയ്ക്കും, പിന്നെ അവിയലിലിടാം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ തോരൻ വയ്ക്കുന്നതിൽ വളരെ കുറവായിരിക്കും. കൊഴിഞ്ഞു പോകുമെന്നാണ് വിചാരം. പക്ഷേ കൊഴിഞ്ഞു പോകാനൊന്നും ചെയ്യാണ്ട് നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കുറച്ച് അരിയും എല്ലാം ഇട്ടിട്ട്, പകരം ഉഴുന്നുപരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ, അരിക്ക് പകരം. അങ്ങനെ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് എടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്കിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വെള്ളമൊന്നും തൊടാതെ അടച്ചു വയ്ക്കുക. 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തുറന്നടച്ച് വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അടയ്ക്കുകയേ ചെയ്യരുത് കേട്ടോ. അടയ്ക്കാതെ തന്നെ ഇങ്ങനെ വിടർത്തിയിടണം. അപ്പോഴേക്കും കണ്ടു ഇതുപോലെ വാടി വന്നിട്ടുണ്ടാവും. ഇനി അടപ്പവും തൊടണ്ട, അതിലേക്ക് വെള്ളവും തൊടണ്ട. അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് ഇതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ കരിവേപ്പിലയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചിങ്ങോട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ റെഡിയായിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നല്ല പാകത്തിന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വഴുതനങ്ങ തോരൻ റെഡി. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.